ഇന്നത്തെ സ്പെഷ്യൽ ഒരു സാമ്പാർ ചിക്കൻ റെസിപ്പിയാണ്. ഇത് കർണാടകത്തിലൊക്കെ ആൾക്കാർ തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ്. എന്നാൽ ഇത് നമുക്ക് തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. കോക്കനട്ട് ഓയിലാണെങ്കിലും നമുക്ക് ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ജീരകവും ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 3 സവോള അരിഞ്ഞത് ചേർക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ചെറു തീയിൽ. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. സവോള ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഇതുപോലെ വെന്ത് പാകമായിട്ട് വരുമ്പോൾ 1 കപ്പ് തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. നമ്മുടെ ചിക്കൻ്റെ അളവിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മസാല എല്ലാം കൂടി നമുക്ക് ഇതിനകത്ത് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം മസാലപ്പൊടിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാലയും നന്നായിട്ട് ചിക്കൻ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ചിക്കനിലെല്ലാം നന്നായിട്ട് ചേർന്ന് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ ഇതുപോലെ മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്നും കൂടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സാമ്പാർ പൊടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് മൂടി വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് നമുക്ക് മൂടി വെച്ച് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ആയപ്പം ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് ഇതിലെ വെള്ളം പറ്റിച്ചെടുക്കാം. നമുക്ക് ചിക്കനിലെ വെള്ളമൊക്കെ പറ്റി ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ചിക്കനിലെ വെള്ളമൊക്കെ പറ്റി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കണ്ടോ, നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കണമെന്നില്ല. ചോറ്, അപ്പം, ചപ്പാത്തി ഇതിനൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് സാമ്പാർ ചിക്കൻ.